മോർണിംഗ് ഓൾ. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അതിൽ മുന്നേ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. നമ്മൾ ഒരു രാജ്യത്തിൻ്റെ പുരോഗതി, അതായത് അതിൻ്റെ ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് ആ രാജ്യത്തിലുള്ള എല്ലാ ആളുകളുടെയും ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഫങ്ഷനാണ്. ദാറ്റ് മീൻസ് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ആ രാജ്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നമ്മൾ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ നേഷന്, നമ്മളുടെ രാജ്യത്തിന് എല്ലാ കാര്യത്തിലും ഒരു പുരോഗതി കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതിൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പൻസിന് ഡോമിനൻ്റ് റോളുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ റിസോഴ്സസ്, നമ്മളുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയുടെ റിസോഴ്സസൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതിന് പ്രൈവറ്റ് പാർട്ടിസിപ്പൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. അതുപോലെ തന്നെയാണ് പബ്ലിക് ഗവേണൻസ് അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നതിന് നമ്മുടെ കൺട്രിയുടെ അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയുടെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റിന് പബ്ലിക് ഗവേണൻസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ ഈ പബ്ലിക് ഗവേണൻസ് ആണ് നമ്മളുടെ കൾച്ചർ, നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, വെൽഫെയർ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി, ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പബ്ലിക് ഗവേണൻസ് സിസ്റ്റമാണ്. പബ്ലിക് ഗവേണൻസ് സിസ്റ്റം. അപ്പോൾ അതിലുള്ള പേരിൽ പോലെ തന്നെ പബ്ലിക് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പബ്ലിക്കിന് വേണ്ടി തന്നെ ഉള്ളതാണ്. അതിൻ്റെ പബ്ലിക് ഗവേണൻസ് നമ്മളുടെ ഹ്യൂമൻ വാല്യൂസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഹ്യൂമൻ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് പബ്ലിക് ഗവേണൻസിൽ. അപ്പോൾ നമ്മളുടെ ഹ്യൂമൻ വാല്യൂസ്, റൈറ്റ്സിനെയൊക്കെ അതിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ലോസ്, റൂൾസ് ഇതൊക്കെ ഫ്രെയിം ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതേസമയം ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും അവിടെ വരുന്നില്ല. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലോസും അതുപോലെ തന്നെ റെഗുലേഷൻസ്, റൂൾസൊക്കെ ഫ്രെയിം ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും. ദെൻ എല്ലാ ട്രാൻസ്പെറൻ്റ് ആണ്, നമ്മളുടെ പബ്ലിക് ഏജൻസീസൊക്കെ ട്രാൻസ്പെറൻ്റ് ആക്കുക. ദെൻ ആരോടും ഒരു പാർഷ്യാലിറ്റി കാണിക്കാതിരിക്കുക, ഇംപാർഷ്യലാണ്, എഫിഷ്യൻ്റാണ്, ഇഫക്റ്റീവാണ്, വളരെ സ്പീഡി ആയിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഒഫീഷ്യൽ ഡിസിഷൻ മേക്കിങ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ക്വറീസ് വരുമ്പോൾ അതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഡിസിഷൻസ്, അതായത് പബ്ലിക് ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിന് അക്കൗണ്ടബിൾ ആയിരിക്കണം. ദെൻ നമ്മളുടെ പബ്ലിക് ഒഫീഷ്യൽസ് യൂട്ടിലൈസ് ചെയ്യുന്ന റിസോഴ്സസിന് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. ഡിസിഷൻ മേക്കിംഗ് പവർ നമ്മളെ ഏൽപ്പിക്കും അല്ലേ? എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ലോക്കൽ ബോഡീസിനോ ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോക്കൽ ലെവൽ ബോഡീസിനൊക്കെ അത് പ്രൊവൈഡ് ചെയ്യുക. ദെൻ പബ്ലിക് പോളിസീസിലും അതിൻ്റെ സെലക്ഷൻ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതൊക്കെ കൂടി വരുന്നതാണ് നമ്മൾ പറയുന്ന പബ്ലിക് ഗവേണൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു ബ്രോഡായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് പബ്ലിക് ഗവേണൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് ഈ പബ്ലിക് ഗവേണൻസും അതുപോലെ തന്നെ ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്? ഗവേണൻസും ഗവൺമെൻറ്റും. ഗവേണൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ബ്രോഡർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ദെൻ ദ ഗവൺമെൻറ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരും, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇതൊക്കെയാണ് നമ്മൾ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ആ ഒരു ടേമിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ ഗവേണൻസ് എന്ന് പറയുന്നത് ഈ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഗവൺമെൻറ് എന്നതിൽ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്സ്, ജുഡീഷ്യറി, അതുപോലെ തന്നെ നമ്മളുടെ സൊസൈറ്റിയും സിവിൽ സൊസൈറ്റിയും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ, അതിനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ഡിഫറൻസ് ഇതാണ്, ഗവേണൻസും ഗവൺമെൻറ്റും. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, അതുപോലെ ജുഡീഷ്യറി, ഇതൊക്കെയാണ് വരുന്നത്. ഇനി ഗവേണൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സിസ്റ്റംസും നമ്മളുടെ സിവിൽ സൊസൈറ്റിയും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ, അതാണ് എന്ത് പറയുന്നത്, ഗവേണൻസ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഇൻ പബ്ലിക് ഗവേണൻസ്.
പബ്ലിക് ഗവേണൻസിലെ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ദെൻ പബ്ലിക് എന്ന് പറയുമ്പോൾ പബ്ലിക്കാണ് നമ്മളുടെ നമ്മളുടെ രാജ്യത്തിന് മുഴുവൻ ആരാണ് ഗവേൺ ചെയ്യേണ്ടത്, ആരാണ് ലീഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് പബ്ലിക് തന്നെയാണ്. സോ പബ്ലിക് ഗവേണൻസ് സിസ്റ്റത്തിൽ നമ്മൾ പബ്ലിക്കിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ആളുകളുടെ വിൽ, ദാറ്റ് മീൻസ് ദ വിൽ ഓഫ് ദ പീപ്പിൾ, അതാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഗവേണൻസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് വിൽ ഓഫ് ദ പീപ്പിളാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് 3 ടൈപ്സാണ് പബ്ലിക് ഗവേണൻസിൽ. 3 ഡിഫറെൻറ്റ് ടൈപ്സാണ് വരുന്നത്. ഒന്ന് കമ്മ്യൂണിസ്റ്റിക് സിസ്റ്റം, ദെൻ സോഷ്യലിസ്റ്റ് സിസ്റ്റം ആൻഡ് ഡെമോക്രാറ്റിക് സിസ്റ്റം. ഇത് നിങ്ങൾ കേട്ട് പരിചയമുള്ളത് തന്നെയാണ്. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയിൽ പറയുന്നത് അവിടെ ക്യാപിറ്റലിസം ഫുള്ളി അബോളിഷ്ഡ് ആണ്. ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ മുഴുവൻ തുടച്ചു നീക്കിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിസം നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിസത്തിൽ പറയുന്നത് വർക്കിംഗ് ക്ലാസ്, ദാറ്റ് മീൻസ് ലാബേഴ്സ്, അവരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതാണ് നമ്മളുടെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. എല്ലാ പ്രോപ്പർട്ടീസും നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലായിരിക്കണം. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഈക്വൽ റൈറ്റ് ആണ്. ഏത് കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും എല്ലാവരെയും ഒരേപോലെയാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് ചൈന, ക്യൂബ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കമ്മ്യൂണിസം നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ അബോളിഷ് ചെയ്യാണ് ചെയ്തത്. ഇപ്പോൾ അത് അത്രത്തോളം നിലവിലില്ല. ദെൻ രണ്ടാമത്തെ, അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ടൈപ്സ് ആണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കമ്മ്യൂണിസം, ദെൻ അത് കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റിക് സിസ്റ്റമാണ്. സോഷ്യലിസ്റ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ കളക്റ്റീവ് ഓണർഷിപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. എല്ലാം ഓൺ ചെയ്യുന്നത് ഒരു കളക്റ്റീവായിട്ടാണ്, കൂട്ടായിട്ടാണ്. അപ്പോൾ അവിടെ സോഷ്യലിസം എന്ന് പറയുന്നത് അതിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. സോഷ്യൽ കൺട്രോളിനൊക്കെയാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ചരിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കാണാൻ പറ്റും സോഷ്യലിസ്റ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ അത് നിലവിലില്ലാതായി തീരുകയും കൂടെ ചെയ്തിട്ടുള്ളതാണ്. കാരണം സോഷ്യലിസം എന്ന് പറയുന്നത് നമുക്കൊരു അതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്, ഇപ്പോൾ എല്ലാവരും വെയർ ചെയ്യുന്ന ഒരു ഹാറ്റ്, അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയുക, ഒരു തൊപ്പി കണ്ടു കഴിഞ്ഞാൽ പലരും അത് വെച്ച് നോക്കും. അപ്പോൾ വെച്ച് നോക്കുന്ന ഓരോരുത്തരുടെയും തലയുടെ ഷേപ്പിനനുസരിച്ചിട്ട് ആ ഹാറ്റ് ഷേപ്പ്ലെസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ അതിങ്ങനെ കമ്പയർ ചെയ്യാൻ, ഒരു ഹാറ്റിനോട് കമ്പയർ ചെയ്യാൻ, ഒരു തൊപ്പിയോട് കമ്പയർ ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് സോഷ്യലിസം എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഐഡിയോളജിയാണ്. പക്ഷേ അതേസമയം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നോക്കും, പക്ഷേ എന്നാൽ ആർക്കും അത് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റില്ല. ഒരു തൊപ്പീനായിട്ടാണ് അതിനെ കമ്പയർ ചെയ്തത്. എല്ലാവരും വെച്ച് നോക്കും, പക്ഷേ ആർക്കും അത് ഫിറ്റ് ആവില്ല. അങ്ങനെ അവസാനം അത് ഷേപ്പ്ലെസ് ആവും. അതുപോലെ തന്നെയാണ് പറയുന്നത് സോഷ്യലിസം എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നോക്കും, പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ വളരെ ഡിഫിക്കൾട്ടാണ്. അപ്പോൾ നമ്മൾ പറയുന്നു സോഷ്യലിസം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഐഡിയോളജിയാണ്, പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇപ്പോൾ നിലവിലില്ല എന്ന് വേണം പറയാൻ. ദെൻ നെക്സ്റ്റ് തേർഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സിസ്റ്റമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയിട്ടാണ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ 3 സിസ്റ്റത്തിലും ഏറ്റവും വയബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ നമ്മൾക്ക് അബ്രഹാം ലിങ്കൺ പറയുന്നുണ്ട് ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് ഡെമോക്രസി മീൻസ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ദെൻ ഫോർ ദ പീപ്പിൾ. അതായത് ആളുകൾക്ക് വേണ്ടി, ആളുകളിൽ നിന്ന്, അതാണ് അതിൻ്റെ ഒരു മീനിങ് ആയിട്ട്. അതായത് നമ്മളിലുള്ള ഒരാളിനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളെ ഭരിപ്പിക്കുക, അതിനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഡെമോക്രസി മീൻസ് ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ, അങ്ങനെയാണ് അതിനെ പറയുക.
സോ ഏറ്റവും വയബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും അത് നമുക്ക് സക്സസ്ഫുള്ളി പ്രൂവ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാനും സാധിച്ചിട്ടുള്ളൊരു സിസ്റ്റമാണ് ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിൽ പഠിച്ചു 3 തരത്തിലുള്ള പബ്ലിക് ഗവേണൻസിൽ 3 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് സിസ്റ്റംസ് ആണുള്ളത്. ഒന്ന് കമ്മ്യൂണിസ്റ്റിക് സിസ്റ്റം, ദെൻ സോഷ്യലിസ്റ്റിക് സിസ്റ്റം, പിന്നെ വരുന്നത് ഡെമോക്രാറ്റിക് സിസ്റ്റമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റിക് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞത് അവിടെ എല്ലാം ലേബർ, ദാറ്റ് മീൻസ് വർക്കിംഗ് ക്ലാസ് ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഓൺഷിപ്പിലുള്ളതാണ്, എല്ലാവരിനെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക, എല്ലാവരും ഒരുപോലെയാണ് ഈ ഒരു ഐഡിയോളജി പ്രകാരം. പക്ഷേ ഇപ്പം അത് നിലവിലില്ല. ഇനി സോഷ്യലിസ്റ്റിക് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു കളക്റ്റീവ് ഓണർഷിപ്പാണ് നമ്മൾ പറയുന്നത്. ദെൻ അതിൽ നമ്മൾ പറഞ്ഞു സോഷ്യലിസ്റ്റിക് സിസ്റ്റം തുടങ്ങിയപ്പോൾ തന്നെ അത് ഇല്ലാതായി അബോളിഷ്ഡായി പോവുകയാണ് ചെയ്തത്. കാരണം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഐഡിയോളജിയാണ്, പക്ഷേ അതേസമയം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വളരെ ഡിഫിക്കൾട്ടാണ്. ദെൻ തേർഡ് വൺ ഡെമോക്രസിയിൽ നമ്മൾ പറയുന്നത് ഏറ്റവും വയബിളായിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഈ പബ്ലിക് ഗവേണൻസിൻ്റെ 3 സിസ്റ്റംസിലും വെച്ച് ഏറ്റവും വയബിളായിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതിന് എബ്രഹാം ലിങ്കൺ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ എന്നുള്ളതാണ്. സോ നമുക്കത് വളരെയധികം ട്രൈ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് പബ്ലിക് ഗവേണൻസ്, ദാറ്റ് മീൻസ് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡെമോക്രാറ്റിക് സിസ്റ്റം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനറിൽ ഫങ്ഷൻ ചെയ്യുന്നതാണ്. പബ്ലിക് ഡെമോക്രസി നമുക്കറിയാവുന്നതാണ്. പബ്ലിക് തന്നെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ചൂസ് ചെയ്യണം. നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എലക്ഷൻ, വോട്ടിംഗ് സിസ്റ്റംസ് ഇതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് പബ്ലിക് അവരിൽ നിന്നും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക് ചൂസ് ചെയ്തിട്ടുള്ള അതിലത്തെ വിന്നേഴ്സ് എന്ന് പറയുന്നത് അവർ MP-മാരായി മാറും. MP മീൻസ് മെമ്പർ ഓഫ് പാർലമെൻറ്റ്സ് ആണ്. ദെൻ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ക്യാബിനറ്റ് ഡിസൈഡ് ചെയ്യും, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് ഒരു ഹെഡ് ഉണ്ടായിരിക്കും. ആ ഹെഡാണ് പ്രൈം മിനിസ്റ്ററായിട്ട് വരിക. ദെൻ മെമ്പേഴ്സ്, ഈ പാർലമെൻറ്റിലെ മെമ്പേഴ്സ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസും ഒക്കെ അവരെല്ലാവരും കൂടിയിട്ട് ഒരു ഇലക്ട്രൽ കോളേജ്, അതിൽ നിന്നും ഒരു പ്രസിഡൻറ്റിനെ അവർ എലക്ട് ചെയ്യും. അതാണ് ഒരു സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു നേഷൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രക്ചർ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്? ദെൻ കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പനിയുടെ അഫയേഴ്സ് ഇതൊക്കെ നോക്കുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അതായത് ഇപ്പോൾ പബ്ലിക് ഗവേണൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അഫയേഴ്സൊക്കെ ആളുകളാണ്, പീപ്പിളാണ് ചെയ്യുന്നത്. വേറൊരു തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പബ്ലിക് ഗവേണൻസിൽ പീപ്പിൾസിൻ്റെ ഡെമോക്രസിയാണുള്ളത്. കോർപ്പറേറ്റ് ഗവേണൻസിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഡെമോക്രസി ആണുള്ളത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ്, ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനാണ് അവിടെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യാനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്കുള്ള മെമ്പേഴ്സിനെയൊക്കെ എലക്ട് ചെയ്യാനുള്ള റൈറ്റ് ഷെയർ ഹോൾഡേഴ്സിനാണുള്ളത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ കമ്പനിയുടെ ചെയർമാനെ സെലക്ട് ചെയ്യും. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ക്യാബിനറ്റ്, റെഗുലേറ്ററി ബോഡി ഇവരൊക്കെ കൂടിയിട്ടാണ് ഒരു കമ്പനിയുടെ എല്ലാ ഡിസിഷൻസും, കമ്പനീനെ എഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡിസിഷൻസും ഇവരെല്ലാവരും കൂടിയിട്ടാണ് എടുക്കുന്നത്. അതിൽ നിന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ, കമ്പനിയുടെ CEOനെ ഡിസൈഡ് ചെയ്യും. ദെൻ CEO അല്ലെങ്കിൽ MD, മാനേജിംഗ് ഡയറക്ടർ, അവരാണ് ഈ ഡിസിഷൻസ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സൊക്കെ എടുത്തിട്ടുള്ള ഡിസിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കാണ് ഉണ്ടായിരിക്കുക, CEO അല്ലെങ്കിൽ MDക്ക്. CEO ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഭാഗമാവാം, അല്ലാതിരിക്കാം. അതിനങ്ങനെ കമ്പൽസറി ആയിട്ടൊന്നും പറയുന്നില്ല. ദെൻ ഈ CEO ഒരു ഓപ്പറേറ്റീവ് ബോഡീനെ സെലക്ട് ചെയ്യും ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട്. അതായത് ഓപ്പറേറ്റീവ് ബോഡി എന്ന് പറയുമ്പോൾ അതിൽ ജനറൽ മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ഓപ്പറേറ്റീവ് ബോഡിയിൽ എലക്ട് ചെയ്യപ്പെടുന്നത്. ദെൻ നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ട്രക്ചറൽ സിമിലാരിറ്റി ബിറ്റ്വീൻ പബ്ലിക് ഗവേണൻസ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്.
അപ്പോൾ അതിൽ പബ്ലിക് ഗവേണൻസും ഉണ്ട്, കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം, രണ്ട് സിസ്റ്റമാണ്. പബ്ലിക് ഗവേണൻസിൽ പബ്ലിക്കിനാണ്, അതായത് പബ്ലിക് മീൻസ് പീപ്പിളിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ദെൻ അവരുടെ ഒരു പീപ്പിൾ റെപ്രസെൻറ്റേറ്റീവിനെ എലക്ട് ചെയ്യണു, ദാറ്റ് മീൻസ് MP. അവിടെ നിന്ന് അവർ ഒരു ക്യാബിനറ്റ്, അതിലത്തെ ആളുകൾ കൂടി ഒരു ക്യാബിനറ്റ് രൂപീകരിക്കും, ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യാബിനറ്റ് എന്ന് പറയും. ദെൻ അതിൽ നിന്നും പ്രൈം മിനിസ്റ്ററിനെ സെലക്ട് ചെയ്യും, ദെൻ പിന്നീട് പ്രസിഡൻറ്റിനെ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ഒരു പബ്ലിക് ഗവേണൻസ് സിസ്റ്റം നിലനിൽക്കുന്നത്. ഇനി കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഷെയർ ഹോൾഡേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യണു, അതിൽ നിന്നും ഒരു എക്സിക്യൂട്ടീവ് ബോർഡിനെ സെലക്ട് ചെയ്യണു, ദെൻ അതിൽ നിന്നും CEO സെലക്ട് ചെയ്യണു, ദെൻ അവസാനം അതിൻ്റെ ചെയർമാൻ. ഇങ്ങനെയാണ് അത് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് തിയറീസാണ്. കോർപ്പറേറ്റ് ഗവേണൻസ് തിയറീസിൽ അതൊരു പുതിയൊരു കോൺസെപ്റ്റാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള തിയറീസ് കോർപ്പറേറ്റ് ഗവേണൻസിൽ പറയുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 തിയറീസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഏജൻസി തിയറി, സ്റ്റേക്ക് ഹോൾഡർ തിയറി, ദെൻ സ്റ്റുവാർഡ്ഷിപ്പ് തിയറി. അങ്ങനെ 3 തിയറീസാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏജൻസി തിയറിയാണ്. ഏജൻസി തിയറി അതിൽ നമ്മൾ പറയുന്നത് ഏജൻസി തിയറിയിൽ പ്രിൻസിപ്പൽ ഏജൻറ്റ് ഫ്രെയിം വർക്കാണ് അതിലുള്ളത്. അതായത് ഏജൻറ്റ് തിയറിയിൽ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആരാണ് ഈ പ്രിൻസിപ്പൽ, ആരാണ് ഏജൻറ്റ്? ഇപ്പോൾ ഒരു പാർട്ടി, അതായത് ഇപ്പോൾ ഒരു പാർട്ടി അതിനെ പ്രിൻസിപ്പളാണെന്ന് വിചാരിക്കുക. അദ്ദേഹം ഒരു വർക്ക് മറ്റൊരു പാർട്ടിക്ക്, അതായത് ഏജൻറ്റിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. അവിടെ ഏജൻറ്റ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത്? ഏജൻറ്റ് ഈ പ്രിൻസിപ്പലിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയാളുടെ പ്രിൻസിപ്പാളിൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടായിരിക്കണം അവിടെ ഏജൻറ്റ് വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് അവിടെ അതിന് ഡോമിനൻസ് വരുന്നത്. ഇനിയിപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഓണേഴ്സാണ് അവിടെ പ്രിൻസിപ്പൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ മാനേജേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഇവരൊക്കെ അവിടുത്തെ ഏജൻ്റാണ്. കാരണം ഈ മാനേജേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഇവരൊക്കെ എപ്പോഴും അതിൻ്റെ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സാണ്. എപ്പോഴും അവർ വർക്ക് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഓണേഴ്സിന് വേണ്ടിയിട്ടാണ്. അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഡയറക്ടേഴ്സും മാനേജേഴ്സും ഒക്കെ ഫങ്ഷൻ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓണേഴ്സ് ഇവിടെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു ഫേമിൻ്റെ ഓണർ എന്ന് പറയുന്നത് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് അവർക്കാണ് അവിടെ പ്രോഫിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം അവിടെ റിസ്ക് എടുക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സാണ്. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പ്രോഫിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിൽ, ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് തന്നെ അതിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമ്മളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു കോൺട്രാക്ച്വൽ ഗ്യാരണ്ടിയും ഇല്ലാണ്ടാണ്. അതായത് സ്പെസിഫിക് ആയിട്ട് ഇത്ര റിട്ടേൺ അവർക്ക് കിട്ടും അങ്ങനെയുള്ള ഒരു കോൺട്രാക്ച്വൽ ഗ്യാരണ്ടിയും ഇല്ലാതെ തന്നെയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദെൻ അവരാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നുണ്ട്. സോ പ്രോഫിറ്റും ഏറ്റവും കൂടുതൽ ക്ലെയിം ചെയ്യാനുള്ള ഒരു റൈറ്റ് എന്ന് പറയുന്നത് ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണുള്ളത്. അപ്പോൾ അവർക്ക് പ്രോഫിറ്റോ ലോസോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഈ ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോർപ്പറേറ്റ് പെർഫോമൻസ്. അതിൻ്റെ ഏറ്റവും ഒരു മോട്ടോ ആയിട്ട് നമുക്ക് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക എന്നാണ്. അപ്പോൾ മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഒരു ടേമിൽ വരുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, ഗവൺമെൻറ്. ഇതൊക്കെ ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്ന ഒരു ടേമിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലാത്ത മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവർക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് അവരൊരു കോൺട്രാക്റ്റിൽ എങ്ങനെയാണോ കോൺട്രാക്റ്റിൽ ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഒരു റിട്ടേൺ ആണ് മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കിട്ടുന്നത്. ദെൻ നമ്മൾ പ്രോഫിറ്റ് കൂടുതൽ മാക്സിമൈസ് ചെയ്യുമ്പോൾ അവിടെ നമ്മളുടെ ഇക്കണോമിക് പെർഫോമൻസ് നല്ല രീതിയിൽ വരികയാണ് ചെയ്യുന്നത്.
ദെൻ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ മാനേജേഴ്സോ അവരൊന്നും അവരുടെ പവേഴ്സ് മിസ്യൂസ് ചെയ്യണില്ല എന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ട് അവിടെ ഒരു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർഗനൈസേഷണൽ ചെക്കിങ്ങും അതുപോലെ തന്നെ അവരെ മോണിറ്റർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരു ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്നൊരു ടേം പറയുന്നുണ്ട്. അപ്പോൾ ഏജൻസി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓർ കോസ്റ്റ് ഇൻകേർഡ് ടു ദ കമ്പനിക്ക് വരുന്ന നഷ്ടം എങ്ങനെ വരുന്നതാണ്? ഡ്യൂ ടു ദ മിസ്യൂസ് ഓഫ് പവേഴ്സ് ഓർ ഇന്നെഫിഷ്യൻസി ബൈ ദ ഏജൻറ്റ്. അതായത് ഏജൻറ്റ് അവരുടെ പവർ മിസ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അയാളുടെ ഇന്നെഫിഷ്യൻസിയുടെ ഭാഗമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തു പറയുന്നത്? ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ബോർഡ്, അതായത് ഈ ഒരു കമ്പനീനെ ഗവേൺ ചെയ്യുന്ന കോർപ്പറേറ്റ് ബോർഡ് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണെങ്കിൽ അവിടെ ഏജൻസി കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും, ഡിസ്ക്ലോഷറൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഏജൻസി തിയറീനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 തിയറീസാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഏജൻസി തിയറിയാണ്. അപ്പോൾ ഏജൻസി തിയറിയിൽ മെയിനായിട്ട് പറയുന്നത് പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. ഒരു പ്രിൻസിപ്പൽ ഒരു വർക്ക് ഏജൻറ്റിനെ ഏൽപ്പിക്കുകയാണ്. അവിടെ ഏജൻറ്റ് ഫങ്ഷൻ ചെയ്യേണ്ടത് പ്രിൻസിപ്പാളിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്. ദെൻ പ്രിൻസിപ്പൽ എന്ന് നമ്മളിവിടെ പറയുന്നത് അതിൻ്റെ ഓണേഴ്സിനെയാണ്. ഓണർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സാണ്, അല്ലെങ്കിൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, ഇവരൊക്കെയാണ് ഏജൻറ്റ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഏജൻറ്റ്സ് വർക്ക് ചെയ്യുന്നത് എപ്പോഴും പ്രിൻസിപ്പാളിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും. അതിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ഫങ്ഷൻ ചെയ്യുന്നത് വിത്തൗട്ട് എനി കോൺട്രാക്ച്വൽ ഗ്യാരണ്ടിയാണ്. അതായത് അവർക്ക് കിട്ടുന്ന റിട്ടേണിനെ പറ്റി ഒരു കോൺട്രാക്ച്വൽ ഗ്യാരണ്ടിയും ഇല്ലാതെ തന്നെയാണ് അവർ ഫങ്ഷൻ ചെയ്യുന്നത്. അവർ കൂടുതൽ റിസ്ക് എടുക്കുന്നുണ്ട്, സോ അവർക്ക് പ്രോഫിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സ് അല്ലാത്ത മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവർക്ക് കിട്ടുന്നത് അവർ കോൺട്രാക്റ്റഡ് ആയിട്ടുള്ളത് വെച്ചിട്ടാണ് അവർക്കുള്ള റിട്ടേൺ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ചിലപ്പോൾ ഡയറക്ടേഴ്സും മാനേജേഴ്സും ഒക്കെ അവരുടെ പവർ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അവരെ എപ്പോഴും മോണിറ്റർ ചെയ്യണം, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, അത് എൻഷുർ ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ പറയുന്നൊരു ടേം ഏജൻസി കോസ്റ്റാണ്. ഏജൻസി കോസ്റ്റിൽ എന്താണ് ഏജൻസി കോസ്റ്റ്? അവിടെ ലോസ് ഓർ കോസ്റ്റ് ഇൻകേർഡ് ടു ദ കമ്പനി ഡ്യൂ ടു ദ മിസ്യൂസ് ഓഫ് പവേഴ്സ് ഓർ ഇന്നെഫിഷ്യൻസി ബൈ ദ ഏജൻറ്റ്, അതിനെയാണ് നമ്മൾ ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മോശമായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഏജൻസി കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും, ഡിസ്ക്ലോഷറും ഉണ്ടായിരിക്കും. ദെൻ നമ്മളുടെ സെക്കൻഡ് വൺ സ്റ്റേക്ക് ഹോൾഡർ തിയറിയാണ്. സ്റ്റേക്ക് ഹോൾഡർ തിയറിയിൽ നമ്മൾ പറയുന്നത് അത് ജസ്റ്റ് ഓപ്പോസിറ്റ്, ഈ ഏജൻസി തിയറിയുടെ ഓപ്പോസിറ്റാണ് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡർ തിയറിയിൽ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, കമ്പനിയുടെ ഇൻട്രസ്റ്റഡ് പാർട്ടി, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ദാറ്റ് മീൻസ് എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ബാങ്കേഴ്സ്, ഗവൺമെൻറ്, സൊസൈറ്റി, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേക്ക് ഹോൾഡർ തിയറി ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ദ ഇൻട്രസ്റ്റഡ് പാർട്ടി. അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സ് ഒഴികെയുള്ള മറ്റ് ഇൻട്രസ്റ്റഡ് പാർട്ടീസിനാണ്, അല്ലാതെ അവിടെ ഷെയർ ഹോൾഡേഴ്സിനല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതിൽ നിന്നും മാറി അപ്പോൾ ഏജൻസി തിയറിയിൽ നമ്മൾ പറഞ്ഞത് മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷേ സ്റ്റേക്ക് ഹോൾഡർ തിയറിയിൽ ഷെയർ ഹോൾഡേഴ്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലും മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, അതായത് ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. The only mode of shareholder value become less important in the stakeholder theory. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സിന് അവരെ നമ്മളൊരു ഏജൻ്റായിട്ടാണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ഏജൻ്റായിട്ടാണ് നമ്മളവരെ കണക്കാക്കുന്നത്.
ദെൻ നമുക്ക് കോൺട്രാക്ച്വൽ ആൻഡ് കമ്മ്യൂണിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റിയിട്ട് നോക്കാം. കോൺട്രാക്ച്വൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സപ്ലയേഴ്സ്, ലെൻഡേഴ്സ്. ഇനി കമ്മ്യൂണിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നറിയപ്പെടുന്നത് കൺസ്യൂമേഴ്സ്, റെഗുലേറ്റേഴ്സ്, ഗവൺമെൻറ്, പ്രഷർ ഗ്രൂപ്പ്സ്, ദ മീഡിയ, ലോക്കൽ കമ്മ്യൂണിറ്റി. ഇത്രയാണ്. ദെൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് നമ്മൾ കുറച്ചും കൂടെ എംഫസൈസ് കൊടുക്കുന്നുണ്ട്. ദെൻ അവിടെ കമ്പനി ട്രൈ ചെയ്യുന്നത് എല്ലാ റിസോഴ്സസും അതായത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് അവസാനം ഫൈനലി നമ്മളുടെ സൊസൈറ്റിയുടെ ബെനിഫിറ്റിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് അവിടെ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി ഏജൻസി തിയറിയുടെ ഓപ്പോസിറ്റാണ്. ഏജൻസി തിയറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഓണേഴ്സിനാണ്, ദെൻ റദർ ദാൻ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. പക്ഷേ സ്റ്റേക്ക് ഹോൾഡർ തിയറിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടു ഓൾ ദ ഇൻട്രസ്റ്റഡ് പാർട്ടി, അവരുടെ ഇൻട്രസ്റ്റിനാണ് കൂടുതൽ താല്പര്യം കൊടുക്കുന്നത്, റദർ ദാൻ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓൺലി. അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് മാത്രമല്ല മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനും അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മളുടെ അടുത്ത തിയറി സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയാണ്. സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ നമ്മൾ പറഞ്ഞത് കമ്പനി എക്സിക്യൂട്ടീവ്സ് ആണ് അവിടുത്തെ ഓണേഴ്സ് മീൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കമ്പനി എക്സിക്യൂട്ടീവ്സ് ആണ്. ദെൻ അവർ അത് ഡിസിഷൻസൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് create and maintain a successful organization for the shareholders to prosper. ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് നല്ല രീതിയിൽ എത്തിച്ചേരാൻ വേണ്ടി സക്സസ്ഫുള്ളി ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാനുള്ളത്. സ്റ്റുവാർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സംവൺ ഹൂ പ്രൊട്ടക്റ്റ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ നീഡ്സ് ഓഫ് അതേഴ്സ്. എന്തിനാണ് നമ്മൾ സ്റ്റുവാർഡ് എന്ന് പറയുന്നത്? സ്റ്റുവാർഡ് എന്ന് നമ്മൾ പറയുന്നത് മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നീഡ്സിനെ ടേക്ക് കെയറും ചെയ്യുന്നവരിനെയാണ് നമ്മൾ സ്റ്റുവാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ ഒരു സിംഗിൾ ലീഡർ എന്നുള്ള നിലയിൽ ഒരു വൺ ചാനൽ കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സും വൺ ചാനൽ ടു കമ്മ്യൂണിക്കേറ്റ് ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ബിസിനസ് നീഡ്സ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് വൈസ് വേഴ്സ. CEO അവിടെ ട്രസ്റ്റ് വർത്തി ആയിരിക്കും. മാത്രമല്ല അയാളുടെ സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ഗുഡ്നെസ്സിന് വേണ്ടി ഫങ്ഷൻ ചെയ്യുന്ന ഒരാളായിരിക്കും CEO എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ തിയറി സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയാണ്. എന്താണ് സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് പറയുന്നത്? സ്റ്റുവാർഡ്ഷിപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് സംവൺ ഹൂ പ്രൊട്ടക്റ്റ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ നീഡ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ നീഡ്സിനെ ടേക്ക് കെയർ ചെയ്യാനും വേണ്ടി ശ്രമിക്കുന്ന ആളുകളിനെയാണ് നമ്മൾ സ്റ്റുവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുവാർഡ് തിയറിയിലെ കമ്പനി എക്സിക്യൂട്ടീവ്സ് ആണ് അവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ദെൻ അവർ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഡിസിഷൻസൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്ത് അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഒരു അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ. സോ ഇവിടെ നമ്മൾ പറയുന്നത് CEO ട്രസ്റ്റ് വർത്തി ആയിരിക്കും. കാരണം അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗെയിൻസൊക്കെ അയാൾ മാറ്റി വെച്ചുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഗുഡ്നെസ്സിന് വേണ്ടി ഫങ്ഷൻ ചെയ്യുന്ന ഒരാളാണ്. ദെൻ വിച്ച് തിയറി ഈസ് ബെറ്റർ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 3 തിയറീസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൽ ഏത് തിയറിയാണ് ബെറ്റർ? അപ്പോൾ അതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ബിസിനസ് ഓർഗനൈസേഷനും അതിൻ്റെ യുണീക്കാണ് അല്ലേ. എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ പ്രൊഡക്റ്റ്, അവരുടെ കസ്റ്റമേഴ്സിൻ്റെ കാര്യത്തിൽ, അവരുടെ ഗോൾസിൻ്റെ കാര്യത്തിൽ, എല്ലാറ്റിലും ഓരോ ഫേമും യുണീക്കാണ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് നെസസറി ആണോ എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ് നമ്മൾ റൺ ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് അതിൻ്റെ സക്സസ്സിന് ആദ്യം വേണ്ടത് കോർപ്പറേറ്റ് ഗവേണൻസ് നമുക്ക് ആവശ്യമാണ്, നമ്മളുടെ ഓർഗനൈസേഷൻ സക്സസ്ഫുള്ളി റൺ ചെയ്യാൻ അത് ആവശ്യമാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്.
ദെൻ മാനേജ്മെൻറ്റ് അവിടെ ഡിസൈഡ് ചെയ്യും ഗവേണൻസ് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം, അതായത് നമ്മളുടെ ബിസിനസ്സിൻ്റെ ഒരു ഐഡൻറ്റിറ്റിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗവേണൻസ് സ്ട്രാറ്റജി ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റ്. അതിൻ്റെ സ്റ്റുവാർഡ്ഷിപ്പ്, സ്റ്റേക്ക് ഹോൾഡർ ഓർ ഹൈബ്രിഡ് ഓഫ് ഓൾ ദ ത്രീ, ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഇത്. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസിനെ നമ്മൾ 3 ടൈപ്സ് ആയിട്ടാണ് പറഞ്ഞത്. ഒന്ന് തിയറീസ്, ഒന്ന് നമ്മൾ പറഞ്ഞത് ഏജൻസി തിയറി, ദെൻ സെക്കൻഡ് വൺ പറയുന്നത് സ്റ്റേക്ക് ഹോൾഡർ തിയറി, ദെൻ സ്റ്റുവാർഡ്ഷിപ്പ് തിയറി. അപ്പോൾ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, ഓരോന്നും യുണീക്കാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ചെറിയൊരു ടോപ്പിക്കായിരുന്നു. ആ ടോപ്പിക്ക് പബ്ലിക് ഗവേണൻസ് സിസ്റ്റം എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ കൊണ്ടുവന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ കുറച്ച് തിയറീസിനെ പറ്റിയൊക്കെ പഠിച്ചു. എന്താണ് ഗവൺമെൻറ്റും ഗവേണൻസും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഗവൺമെൻറ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഒക്കെ വരും. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ സിസ്റ്റംസും നമ്മളുടെ സൊസൈറ്റിയും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ, അതിനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയുന്നത്. ദെൻ ഡിഫറെൻറ്റ് സിസ്റ്റംസ്, പബ്ലിക് ഗവേണൻസിൽ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കി. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റിക് സിസ്റ്റം, അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്കിംഗ് ക്ലാസ് ലേബേഴ്സാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റിക് സിസ്റ്റം ഒരു പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഈക്വലാണ്, എല്ലാവർക്കും ഒരേ റൈറ്റാണ്. പക്ഷെ അതിപ്പോൾ നിലവിലില്ല. സോഷ്യലിസ്റ്റിക് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞത് അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമില്ല, അതിലൊരു കളക്റ്റീവായിട്ടുള്ള ഓണർഷിപ്പാണ് സോഷ്യലിസ്റ്റിക് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞത്. പക്ഷേ സോഷ്യലിസ്റ്റിക് സിസ്റ്റം വളരെ നല്ലൊരു ഐഡിയോളജിയാണ്, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. സോ ഇപ്പോൾ അത് നിലവിലില്ല. പിന്നെ ഡെമോക്രാറ്റിക് സിസ്റ്റമാണ്. ഡെമോക്രാറ്റിക് സിസ്റ്റം നമുക്ക് ഏറ്റവും പരിചയമുള്ളതാണ്, ഏറ്റവും വയബിളായിട്ടുള്ള ഒരു സിസ്റ്റം കൂടിയിട്ടാണ്. ഡെമോക്രസി എന്ന് പറയുന്നത് ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ ആണ്. സ്ട്രക്ചർ ഓഫ് പബ്ലിക് ഗവേണൻസ്, ഡെമോക്രാറ്റിക് സിസ്റ്റം അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു നമ്മൾ. അതായത് പീപ്പിൾ അവരിൽ നിന്നും ഒരു റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്യണു, ദെൻ അവർ MP-മാരാവണോ, MP-മാർ ഒരു ക്യാബിനറ്റ് ഡിസൈഡ് ചെയ്യണോ, അതിൽ നിന്നും അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു ടെക്സ്റ്റിലെ പേജ് നമ്പർ 192 അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ പറഞ്ഞത് കോർപ്പറേറ്റ് ഗവേണൻസ് തിയറീസ് ആണ്. 3 തിയറീസാണ്. ഏജൻസി തിയറി, ദെൻ സ്റ്റേക്ക് ഹോൾഡർ തിയറി, പിന്നെ സ്റ്റുവാർഡ്ഷിപ്പ് തിയറി. അതിൽ ഏജൻസി തിയറിയിൽ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞു. അവിടെ ഷെയർ ഹോൾഡേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് റേദർ ദാൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇനി സ്റ്റേക്ക് ഹോൾഡർ തിയറി ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഏജൻസി തിയറിയുടെ. അവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മാത്രമല്ല ഷെയർ ഹോൾഡേഴ്സിന് മാത്രമല്ല മറ്റുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, ദാറ്റ് മീൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കൂടെ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സ്റ്റുവാർഡ്ഷിപ്പ് തിയറി എന്ന് പറയുമ്പോൾ സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ അവിടെ ഓണേഴ്സിന് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കമ്പനി എക്സിക്യൂട്ടീവ്സ് ആണ് ഫങ്ഷൻ ചെയ്യുന്നത്. സ്റ്റുവാർഡ്സ് എന്ന് പറയുന്നത് സ്റ്റുവാർഡ് ഈസ് ഡിഫൈൻഡ് ആസ് സംവൺ ഹു പ്രൊട്ടക്റ്റ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ നീഡ്സ് ഓഫ് സം അതർ പീപ്പിൾ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.